പേടിച്ച് വിറച്ച് വേജാറാകുന്നു. പോലീസിന്റെ പിടിയിലേക്ക് നിർബന്ധിതനായി അങ്ങ് ചെന്നു കൊടുക്കേണ്ടി വരുന്നു. ഈ ഒരവസ്ഥയാണ്, ഇതിനേക്കാൾ ഭയങ്കരമായ അവസ്ഥയാണ്. നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ കറപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ ഈ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എങ്ങനെ? കാഴ്ച എത്തുന്നിടത്തോളം നിറയെ കറുത്ത മലക്കുകൾ, കാണുന്ന മാത്രയിൽ പേടിച്ച് അരണ്ടു പോകുന്ന മലക്കുകൾ. 1 അല്ല, 10 അല്ല, 100 അല്ല, 1000 അല്ല, 10000 അല്ല. ഇവന്റെ ദൃഷ്ടി എത്രത്തോളം എത്തുന്നു? അവിടെ മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന കറുത്ത മലക്കുകൾ, ഭീകര രൂപം കൂട്ട മലക്കുകൾ. കാണുമ്പോൾ അവൻ പേടിക്കട്ടെ എന്ന് വെച്ച് പ്രത്യേക രൂപം സ്വീകരിച്ച മലക്കുകൾ. ഇവരാണ് നിറയെ ഒന്നായി കിടക്കുന്നത്. ആ മലക്കുകൾ ഒന്നായി കെട്ടി ഇരുന്നിട്ട് ഇവന്റെ അവസാനത്തെ അന്ത്യശ്വാസമാകുമ്പോൾ ആ മലക്കുൽ മൗത്ത് അസ്രായീൽ വരുന്നു. അസ്രായീൽ വന്നിട്ട് എടാ കൊണ്ടങ്ങോട്ട് എൻ്റെ ആത്മാവിനെ ഇങ്ങോട്ട് പുറപ്പെടിക്കൂ. കാണുമ്പോഴേക്ക് ആത്മാവ് ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഒളിക്കാൻ ശ്രമിക്കുന്നു, വിറച്ച് ഒളിക്കാൻ ശ്രമിക്കുന്നു. അഹ്രീജ് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്ക്, ഇങ്ങോട്ട് കൊണ്ടങ്ങോട്ട് എന്നായിരിക്കും അസ്രായീലിന്റെ കൽപ്പന. അപ്പോഴോ അത് വളരെ എളുപ്പത്തിൽ ഇങ്ങോട്ട് വരിക. പാകെത്താത്ത ചില സാധനങ്ങൾ പാകം വരുത്താൻ വേണ്ടി വീടിയെടുത്ത് കുതെടുത്ത് വലിയ വടിയെടുത്ത് ഒലക്കെടുത്ത് അടിച്ച് പാകപ്പെടുത്തുന്നില്ലേ? ഈ രൂപത്തിൽ ഈ ശരീരത്തെ അള്ളാഹുവിന്റെ മലക്കുകൾ യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, ഈ അള്ളാഹുവിന്റെ മലക്കുകൾ വലിയ ദണ്ഡെടുത്ത് ഇവനെ അടിച്ചടിച്ച് പാകമാക്കി ആത്മാവിനെ പുറത്തേക്ക് വലിച്ചു വെച്ച് കൊണ്ടുവരുന്നു. കരഞ്ഞു പോകുന്നു. പഠിച്ച തമ്പുരാനെ ലേശൊരവധി എനിക്ക് കൊണ്ട, മേലിൽ ഞാനിങ്ങനെ ചെയ്യൂല പഠിച്ചാൻ ആര്? ഇവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്ത് കറപ്പിച്ച ഞാൻ, അല്ലെങ്കിൽ നീ, വേറെ ആരും അല്ല. പണ്ടേതോ കഴിഞ്ഞ മനുഷ്യന്മാരെ പറ്റി അല്ല പറയുന്നത്, ഞാനും നിങ്ങളും. പഠിച്ചവനെ ലേശ അവധി തരണേന്ന് പറഞ്ഞ് ബേജാറായിട്ട് ആവശ്യപ്പെട്ടു നോക്കുന്നു. നടക്കില്ല. എവിടെയായിരുന്നോ? മലക്കുകൾ ചോദിക്കുന്നു, എന്തായിരുന്നു നീ? എവിടെയായിരുന്നു? കുന്നാ മുസ്തദ്അഫീന ഫിൽ അർദ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്ന, ഞങ്ങൾ ഈ ആലിമീങ്ങൾ ഉള്ളിൽ പെട്ടുപോയി, ഞങ്ങൾ അങ്ങനെ ചങ്ങാതിമാർ കൂട്ടുകെട്ട് മോശമായി പോയി, അവരതിനുള്ളൊക്കെ വിട്ട് അങ്ങനെ കുറ്റങ്ങൾ ചെയ്തു പോയി, പഠിച്ചവനെ ഇനി ഞങ്ങൾ വേണ്ടി ചെയ്യൂല എന്നൊക്കെ പറഞ്ഞു നോക്കുന്നു. അതിൻ്റെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആരാ എന്നോട് അവിടെ വെക്കാൻ പറഞ്ഞത്? അള്ളാഹുവിന്റെ വിശാലമായ ഭൂമികളില്ലേ വേറെ ഇടം പോയി സുഖമുള്ളവർക്ക് നീ നന്നായി ജീവിച്ചുകൂടായിരുന്നോ? ആരാ അവിടെ വെക്കാൻ പറഞ്ഞത്? എന്നോട് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അടിച്ചടിച്ച് ഭാഗവും മുഖം ഒന്നായിട്ട് അടിച്ചടിച്ച് ആത്മാവിനെ പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നു. അൽ മലായികത്തു ബാസിതൂ ഐദീഹിം, കൈ നീർത്തി പിടിച്ചുകൊണ്ട്. മലക്കെന്ന് പറയുമ്പോൾ തന്നെ മലക്കിന്റെ അടി നമുക്കറിയാം. ഈ കൈ നീർത്തിയുള്ള ആദ്യ കൂടി ആണെങ്കിലോ അതിന്റെ ഗൗരവം ഇതെന്താന്ന് നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ ബാഹ്യദൃഷ്ടിക്ക് ഗോചരമായി കാണുന്ന കാര്യമല്ല ഇത്. അള്ളാഹുവിന്റെ റസൂൽ വ്യക്തമാക്കി പറഞ്ഞതാണ്. ഖുർആൻ രസായി പറഞ്ഞതാണ്. ഇത് ഖുർആന്റെ ആയത്താണ്. ബാസിതൂ ഐദീഹിം യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, ഖുർആനിലുള്ള ആയത്താണ് ഈ പറയുന്നത്. മലക്കുകൾ ആഞ്ഞടിച്ച് ആത്മാവിനെ പുറത്തേക്ക് വലിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നു. മലക്കുൽ മൗത്ത് അസ്രായീൽ മുന്നിൽ ഈ ഒന്നായിട്ട് അണിനിരന്ന കിങ്കരന്മാര്, മലക്കുകളെ പറ്റി അങ്ങനെ പറയാൻ പറ്റില്ല, ഈ തപ്പനെ പേടിപ്പിക്കാൻ വേണ്ടി പ്രത്യേക ഭയാനകമായ വികൃത രൂപം സ്വീകരിച്ച് നിറഞ്ഞു കിടക്കുന്ന ഈ മലക്കുകളുടെ കൂട്ടത്തിൽ ഈ അവസാനത്തെ ശ്വാസം കെട്ടി വിടുമ്പോൾ അസ്രായീൽ വന്ന് കൊണ്ടങ്ങോട്ട് ഉഖ്രിജി ഇലാ സുഖ്തില്ല വദബില്ല, അള്ളാഹിന്റെ കോപത്തിലേക്ക് ഈട് വന്നോ, യാതൊരു രക്ഷയുമില്ല എന്നാണ് മലക്കുൽ മൗത്ത് അസ്രായീൽ പറയുന്നത്. അവിടെ അവൻ പലതും പറഞ്ഞു നോക്കുന്നു. അതെല്ലാം വിശദീകരിക്കാൻ ഇപ്പോൾ സന്ദർഭമില്ല. പലതും പറഞ്ഞു നോക്കുന്നു, ഒരു രക്ഷയുമില്ല. അങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് ചാക്കുണ്ട്, പയഞ്ചാക്ക്. ഈ സാധനം കയ്യോട് തൊടാൻ പറ്റില്ല. അസ്രായീലിലോട്ട് പിടിച്ചെടുത്തിട്ട് വേഗം അങ്ങോട്ട് കൊടുക്കില്ല. അവൻ ഒന്നായിട്ട് ഈ പയഞ്ചാക്കിലേക്ക് അങ്ങോട്ട് ആക്കണ്. ഇനി എന്ത് ചെയ്യണം? കൈവിടാനായിട്ടില്ല. ഈ റൂഹിനെ, എൻ്റെ റൂഹിനെയാണ് ഇപ്പം അറിയുന്നത്, വേറെ ആരുടെയും അല്ല. ഇങ്ങോട്ട് പിടിച്ചെടുത്തിട്ട് ഈ മലക്കുകളൊട്ടായി ആകാശത്തേക്ക് കൊണ്ടുപോകുന്നു. അള്ളാഹിന്റെ അടുത്ത് സമർപ്പിച്ച് ഹാജരാക്കിയിട്ട് വേണം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ വഴിക്കുള്ള ഭൂമി നിറയെ മലക്കുകളുണ്ട്, വായുമണ്ഡലത്തിൽ നിറയെ പലവിധങ്ങളായ മലക്കുകളുണ്ട്. അള്ളാഹുവിനെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകൾ എവിടെയും പരന്നു കിടക്കുന്നു.
ഈ മലക്കുകളൊക്കെ എന്തൊരു ശാപാണിത്.